സ്നേഹ ഹൗസ് ആണ്. ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെട്ടാലോ? അതായത് പിരമിഡ് ആണ്. പിരമിഡ് അല്ലെങ്കിൽ എന്താണ്, വാക്യക്കോ ആകെ ബഡായെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടാവുക. വാക്യത്തെ മുന്നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിരമിഡ് എന്ന് നമ്മൾ സാധാരണ ഇതിന് പറയാറുണ്ട്. ഒന്നുമില്ല, പേടിക്കേണ്ട. നമ്മളിപ്പോൾ ഒരു തേങ്ങ എന്ന് പറഞ്ഞ ഒരു ശബ്ദം എടുക്കുകയാണ്. തേങ്ങ എന്ന് പറയുന്നത് മുറ്റത്തെ തേങ്ങ, മുറ്റത്തെ തെങ്ങിലെ തേങ്ങ എന്ന് പറഞ്ഞിട്ട് ആ തേങ്ങ എന്ന് പറഞ്ഞ ശബ്ദത്തിന് നമ്മൾ വലുതാക്കി കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അതിനാണ് നമ്മൾ പിരമിഡ് അല്ലെങ്കിൽ വാക്യക്കോ ആകെ ബഡായെ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഗർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. നോക്കിക്കേ, ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്, ഒരു സെന്റൻസ് മക്കൾക്ക് തന്നിട്ടുണ്ട്. ഫർഹാദ് ടഹൽനെ നിക്ല, ഫർഹാദ് നടക്കാൻ ഇറങ്ങി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഒരു ഹിന്റും കൂടി തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഫർഹാദ് ടഹൽനെ നിക്ല എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ ബാഹർ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്തു. ഫർഹാദ് പുറത്ത് നടക്കാൻ ഇറങ്ങി, ബാഹർ പുറത്ത് എന്നുള്ള ഒരു വാക്കും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ മക്കൾക്ക് 2 സെന്റൻസുകൾ അല്ലെങ്കിൽ 2 വാക്യങ്ങൾ തന്നിട്ടുണ്ടാവും. ഈ വാക്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റത്തെ വാക്യത്തിൽ കൂട്ടിച്ചേർത്ത് എഴുതണം. സിമ്പിൾ അല്ലേ? സ്വന്തമായിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഹിന്റ് തന്നിട്ടുണ്ടാവും. അത് വെച്ച് നമ്മൾ ഒന്ന് എഴുതുകയാണേ. ശ്രദ്ധിച്ചേ, നോക്കിക്കേ. ഫർഹാദ് ബാഹർ, ഈ ഇവിടെ തന്നിട്ടുണ്ട് ഹവാമി എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ ഹവാമി നമ്മൾ എവിടെ കുത്തിക്കൊള്ളിക്കും? നോക്കിക്കേ, ഫർഹാദ് ബാഹർ എന്ന് കഴിഞ്ഞിട്ട് ഹവാമി കാറ്റത്ത് ടഹൽനെ നിക്കല, നടക്കാൻ ഇറങ്ങി. ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾക്ക് ഗ്രാമർ കറക്റ്റ് ആണ് അല്ലെങ്കിൽ പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മലയാളം സ്ട്രക്ചറും ഹിന്ദി സ്ട്രക്ചറും ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ മക്കൾ മലയാളത്തിലുള്ള ആ ഒരു ഗ്രാമർ വെച്ചിട്ട് ഹിന്ദിയിൽ അത് ശരിയാണോ എന്ന് നോക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ശരിയാവും കേട്ടോ. അപ്പൊ നോക്കിക്കേ, അടുത്തത് നമ്മൾ എന്ത് എഴുതുന്നു? നോക്കിക്കേ, ഫർഹാദ് ബാഹർ ഹവാമേ മേണ്ടക്കിയോങ്കോ ചേർത്ത് കൊടുക്കണം. മേണ്ടക്കിയോങ്കോ ലേക്കർ ടഹൽനെ നിക്കല. മേണ്ടക്കി എന്ന് വെച്ചാൽ എന്തായിരുന്നു? തവളകളാണ്. തവളകളെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? നടക്കാൻ ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് എഴുതേണ്ട സംഭവമാണ് വാക്യക്കോ ആകെ ബഡായെ എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിനാണ് നമുക്ക് സാധാരണ ചോദിക്കാറ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി എന്റെ മക്കൾ തെറ്റിക്കരുത്. ടാറ്റാ, ബൈ ബൈ.